ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടെറാക്കോട്ട ജ്വല്ലറി ബേക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയും ടെറാക്കോട്ട ജ്വല്ലറി ബേക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ബേക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. വിറകടുപ്പിൽ ടെറാക്കോട്ട ജ്വല്ലറി ബേക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ സാധാരണ ഒരാൾ കാണുമ്പോഴും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലേ മുതൽ അത് കട്ടേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതും കാർവിങ് ടൂൾസ് വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ സിലിക്കോൺ മോൾഡ് യൂസ് ചെയ്യുന്നതും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഞാൻ കുറച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബേക്കിംഗ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ ഫുള്ളായിട്ട് കാണുക, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്, കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളത് ഫുള്ള് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഞാൻ ബേക്കിംഗ് വീഡിയോ മാത്രം ചെയ്താൽ ടെറാക്കോട്ട ജ്വല്ലറി ചെയ്യുന്ന അറിയുന്നവർക്കല്ലേ അത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. എല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തേക്കുന്നത്. ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ക്ലേ മുതൽ ഞാൻ ബേക്കിംഗ് വരെയുള്ള എല്ലാ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 3 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ടെറാക്കോട്ട ജ്വല്ലറി ബേക്കിംഗ് വീഡിയോ ആണിത്. ക്ലേ നമ്മൾ എയർ ബബിൾസ് ഇല്ലാതെ മിനിമം ഒരു കട്ടി നിലനിർത്തി കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നനഞ്ഞ ക്ലേയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ക്ലേ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് പാടായിരിക്കും, കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് പയ്യെ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ചെയ്ത് നമ്മുടെ കൈ നന്നായിട്ടും വഴങ്ങിക്കോളും. കുറേ 2-3 വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടെറാക്കോട്ട ജ്വല്ലറി ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പണിയുള്ള ഒരു വർക്കാണല്ലോ. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിൽ കിട്ടും. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന, നമ്മളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി അതുപോലെ കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഈ ടെറാക്കോട്ടയിൽ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രീതി ക്ലേയിൽ ജ്വല്ലറി ചെയ്യുന്നതിൽ. സമയത്തൊന്നും മുൻകൂട്ടി ഡിസൈനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഈ കാർവിംഗ് ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്തേക്കാളും കൂടുതൽ അടിപൊളി ഡിസൈനൊക്കെ കിട്ടാറുണ്ട്. ഇത് സിലിക്കോൺ മോൾഡാണ്. സിലിക്കോൺ മോൾഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. വളരെ ഈസിയാണ്. ആ മോൾഡിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ക്ലേ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി അതിൽ ഡിസൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കട്ടേഴ്സാണ്. ചെറിയ കുക്കീസ് കട്ട് ചെയ്യുന്ന കട്ടേഴ്സാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ നെക്ക് പീസ്, ഇയറിങ്, സ്റ്റഡൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ വെക്കുന്ന ഒരു 3 ആഴ്ച എന്താണെങ്കിലും വെക്കണം. എന്നാലാണ്, പിന്നെ ആ വെയിലിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. നല്ല കുറഞ്ഞതൊരു 3 ആഴ്ചയെങ്കിലും വെക്കണം. എന്നാലാണ് നന്നായിട്ട് ഉണങ്ങുള്ളൂ. ഇത് കുറേ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വർക്കാണ് കേട്ടോ. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ കുറേ ദിവസം എടുത്ത് ചെയ്ത വർക്കുകളാണ്. അപ്പോൾ നമ്മുടെ ജ്വല്ലറി നന്നായിട്ടും ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബേക്ക് ചെയ്യാം. ഇരുമ്പ് ചട്ടിയിൽ ഉമ്മി ഇട്ടിട്ട് വിറകടുപ്പിൽ വെച്ചാണ് ഇന്ന് നമ്മൾ ജ്വല്ലറി ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഉമ്മി കിട്ടിയത് ഇവിടെ നെല്ലൊക്കെ കുത്തി കൊടുക്കുന്ന കടയുണ്ട്, അവിടെ നിന്നാണ് എടുത്തിട്ട് വന്നത്. നാട്ടിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടി. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാറ് പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. നമുക്ക് ഉമ്മി ചോദിച്ച് അവർ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജ്വല്ലറി വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നല്ല കട്ടിക്ക് ഉമ്മി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം, അതിൻ്റെ മേലെ വേണം ജ്വല്ലറി വെക്കാൻ. ഇരുമ്പ് ചട്ടി ആകുമ്പോൾ ഇരുമ്പ് ചട്ടി നന്നായിട്ടും ചൂടാവും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും നമ്മുടെ ജ്വല്ലറിയിലേക്ക് ഇരുമ്പ് ചട്ടിയുടെ ചൂട് അടിക്കരുത്. ആ ഉമ്മി കത്തി ഉമ്മിയുടെ ചൂടിൽ കിടന്നിട്ട് വേണം നമ്മുടെ ജ്വല്ലറി ബേക്ക് ആവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറി പൊട്ടിപ്പോവും. ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ളത് വലിയ പെൻഡൻ്റൊക്കെയാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ടും ബേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഓരോ ഒന്നും വെച്ചിട്ട് അതിന് ഗ്യാപ്പ് വേണം കേട്ടോ. ഇങ്ങനെ മുട്ടിച്ച് വെക്കരുത്. പെൻഡൻ്റ് അല്ലെങ്കിൽ ജ്വല്ലറീസ് 2 എണ്ണം ഇങ്ങനെ മുട്ടി ഇരിക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ഉമ്മി വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്ത് വെക്കാം. എടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഉമ്മിയിടും. അതിനുശേഷം ഒരു ലെയറും കൂടെ വെക്കും. അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഫുള്ള് ഉമ്മിയിട്ട് മൂടിയതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഒക്കെ നമ്മൾ ക്ലേയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കില്ലേ, ആ സമയത്ത് നമ്മൾ എയർ ബബിൾസ് ഉണ്ടോ എന്ന് നോക്കണം. എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഇടയിൽ എയർ ഇങ്ങനെ ബോൾ പോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് നന്നായി പിടിച്ച് അത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ജ്വല്ലറിയിൽ ഒരു ചെറിയ നനവെങ്കിലും ജ്വല്ലറിക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിലും ഉണക്ക് പറ്റിയിട്ടില്ലെങ്കിലും ജ്വല്ലറി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്.
ഉമ്മിയിൽ നനവില്ലെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നമുക്കൊരു ചെറിയ നനവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നി അത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ജ്വല്ലറി ചൂടായിട്ടിരിക്കുന്ന വെയിലത്തിരുന്ന് ചൂടായിട്ടിരിക്കുന്ന ജ്വല്ലറി അങ്ങനെ തന്നെ ചെറു ചൂടോടുകൂടി തന്നെ ബേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റെഡ് ഫയർ ചെയ്തിട്ടുണ്ട്. റെഡ് ഫയർ എന്താണെന്ന് വെച്ചാൽ ഈ ജ്വല്ലറി ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് കളർ ആവും. ആ ബ്ലാക്ക് കളർ ആയിട്ട് പിന്നെയും നമ്മൾ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് റെഡ് കളർ വരും. ഇഷ്ടിക ചൂളയിലൊക്കെ ഇഷ്ടിക ചുട്ടെടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ജ്വല്ലറിയൊക്കെ ബേക്ക് ചെയ്യാൻ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ജ്വല്ലറി റെഡ് കളറിലായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും ജ്വല്ലറിയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നാൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ എല്ലാ ജ്വല്ലറിയും തന്നെ ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഉമ്മി ഇട്ട് കൊടുക്കുകയാണ്. ഉമ്മി ഇട്ട് കൊടുത്തിട്ട് മേലെ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഒരു ജ്വല്ലറി പോലും പുറത്ത് കാണാൻ പാടില്ല. ഫുള്ള് കവർ ചെയ്തിരിക്കണം. ഉമ്മിയിൽ ഫുള്ള് കവർ ഇരുന്നതിന് ശേഷം വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. ഭയങ്കരമായിട്ടുള്ള തീയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ചട്ടി വെക്കരുത് കേട്ടോ. പയ്യെ ചെറിയ ചൂടോടുകൂടി വേണം ചട്ടി ചൂടാവാനായിട്ട്. പെട്ടെന്ന് ഭയങ്കര തീയിലേക്ക് കൊണ്ടുവയ്ക്കരുത്. അപ്പോൾ ചെറു തീയോടുകൂടി ഇങ്ങനെ ആ തീയുടെ ചൂട് ഇങ്ങനെ കൂടി വരണം. അന്നേരം നന്നായിട്ട് ചട്ടി ചൂടായതിന് ശേഷം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തീ കത്തിച്ചു കൊടുക്കണം. മെല്ലെ തീയുടെ ചൂട് വരണം. ഭയങ്കരമായിട്ടിട്ട് കത്തിക്കരുത്. അപ്പോൾ മെല്ലെ വന്നിട്ട് ഇങ്ങനെ നന്നായിട്ടും കത്തിക്കണം. കത്തിച്ചതിന് ശേഷം ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ പിന്നെ കത്തിച്ചു കൊടുക്കണ്ട. പിന്നെ വിറക് വെച്ച് തീ കത്തിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉമ്മിയുടെ ചുറ്റും കണ്ട സൈഡിൽ മെല്ലെ കത്ത് പിടിക്കണം. കണ്ടോ, സൈഡിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കത്തി മേലെ വരെ ഫുള്ളായിട്ട് കത്തിക്കോളും. അത് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെ നീറി ഉമ്മി ഫുള്ള് കത്തുമ്പോഴേക്കും നമ്മുടെ ജ്വല്ലറി അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് ബേക്കായിക്കോളും. ജ്വല്ലറി നന്നായിട്ടും ബേക്കായൊന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജ്വല്ലറി നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കണം. ചിലപ്പോൾ ഒരു കുറച്ച് ബ്ലാക്കും കുറച്ച് മണ്ണിൻ്റെ കളറും അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് ബേക്കായിട്ടുണ്ട്, എന്നാൽ ഫുള്ള് ബേക്കായിട്ടില്ല. അങ്ങനെ ഒരു ഇതായിരിക്കും. നല്ല ബ്ലാക്ക് കളറ്, നല്ല കറുത്തിരുന്ന ജ്വല്ലറി നല്ല ബേക്കായി എന്നാണ് അതിനർത്ഥം. ഞാനപ്പോൾ ഒരു ചിരട്ട കത്തിയേണ്ട ജസ്റ്റ് പെട്ടെന്നൊന്നും ആവാൻ വേണ്ടിയിട്ട് മേലെ ആ ചിരട്ട കത്തിയിൽ ഇട്ടതാട്ടോ. അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ കത്തി മേലെ കയറിക്കോളും. എനിക്ക് കുറച്ച് വേഗം ചെയ്ത് എടുക്കണമായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ച് വന്നതിൻ്റെ തലേദിവസമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് ആ ചിരട്ട ഇട്ടെന്നേ ഉള്ളൂ മേലെ. നിങ്ങൾ ഇടണമെന്നില്ല, അത് പയ്യെ കത്തി കയറിക്കുള്ളൂ. കുറച്ച് ടൈം എടുക്കും. ഞാൻ ടെറാക്കോട്ട ജ്വല്ലറിയൊക്കെ പഠിക്കുന്ന സമയത്ത് ആരും തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഉള്ളതും അത് ഷേപ്പ് കട്ട് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും ബേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്താലാണ് ബേക്കിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നി 2 ദിവസം കൊണ്ട് എന്ത് പഠിക്കാനാണ്. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ്സാണ് ടെറാക്കോട്ട ജ്വല്ലറിയുടെ ക്ലാസ്സൊക്കെ. അതിൽ നിന്നും ഒരുപാടൊന്നും പഠിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നീട് ഞാൻ ചെയ്ത് പഠിച്ചേ. ഇപ്പോൾ നമ്മൾ 2 ദിവസത്തെ ക്ലാസ്സിന് പോയാലും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ നമുക്ക്. നമ്മൾ തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് നല്ല ജ്വല്ലറി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്വല്ലറി, നമ്മുടെ ഉമ്മി ഫുള്ള് കത്തി അതിൽ കിടന്ന് നമ്മുടെ ജ്വല്ലറി നന്നായിട്ട് ബേക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ട് നമുക്ക് ജ്വല്ലറി എടുത്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.